ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. സാധാരണ ഞായറാഴ്ച ദിവസമാണ് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനും ഒക്കെ സമയം കിട്ടുന്നത്. മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആയത് കാരണം ഒരു ഫിക്സഡ് ഷെഡ്യൂൾ തന്നെയായിരിക്കും ഫോളോ ചെയ്യണത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് കുടിക്കാനുള്ള വെള്ളം വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ കുടിക്കാനുള്ള വെള്ളത്തിൽ ദാഹശമനി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ചെറിയ ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ കളറും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ ചായ കുടിക്കണത്. അപ്പോൾ ആ ഒരു സമയത്ത് അധികം ആരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് എഗ് സാൻഡ്വിച്ചാണ് രാവിലത്തേക്ക്. അപ്പോൾ അതിനുവേണ്ടി മുട്ടയൊക്കെ വാങ്ങിച്ച് വെച്ച് അതൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത്, എനിക്ക് ഹെൽപ്പിന് ഒരു ആൻറ്റിയും കൂടെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്ത് അത് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ വെള്ളമാണ് കേട്ടോ. ബാംഗ്ലൂർ പല സ്ഥലത്തും വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഭാഗ്യവശാൽ നമുക്കതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ഞങ്ങൾ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്താണ് കേട്ടോ താമസിക്കുന്നത്. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് പൊങ്കൽ സെലിബ്രേഷനാണ്. ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യപരിപാടികളും ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും ലഞ്ചും ഒക്കെ ഇന്നാണ്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും അതിൻ്റെ പരിപാടിയൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇഡലിയും പൂരിയൊക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എഗ് സാൻഡ്വിച്ചിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സവാള കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും ചേർത്തിട്ടുണ്ട്. മസാലയായിട്ട് ആകെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും യൂസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടിയും, വളരെ കുറച്ച് മുളക് പൊടിയും യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം വൈഷു ഒട്ടും എരിവ് കഴിക്കില്ല കേട്ടോ. വൈഷുവിന് ഇടയ്ക്കിടയ്ക്ക് എരിവ് കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തു നോക്കിയെങ്കിലും ആദ്യം ഒന്ന് കഴിച്ചിട്ട് പിന്നെ തുപ്പി കളഞ്ഞിട്ട് വെള്ളവും കുടിച്ചിട്ടങ്ങ് പോവും. ഗ്രേറ്റ് ചെയ്ത എഗ്ഗ് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജ്യൂസി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് സോസും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മിൽക്ക് ബ്രെഡിൽ നല്ലോണം ബട്ടറും തേച്ച് ഈ ഫില്ലിങ്ങും വെച്ചങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ ആദ്യത്തെ 2 സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെച്ച് ബാക്കിയുള്ളത് ആൻറ്റീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി. അപ്പോഴത്തേക്കൊക്കെ വൈഷു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊങ്കൽ സെലിബ്രേഷനൊക്കെ കാണാനായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു പൊങ്കൽ സെലിബ്രേഷൻ. പൊങ്കൽ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പല പല പരിപാടികളുണ്ടായിരുന്നു. ഉറിയടിയും പിന്നെ അതുപോലെ തന്നെ ഈ കോല് വെച്ചിട്ടുള്ള ചിലമ്പാട്ടം എന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അത്ര വലിയ ഉറപ്പില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് ഇഡലിയും പായസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൂരിയും സാമ്പാറും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്കും ആൻറ്റിക്കും ഉള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞാൻ വേഗം തിരിച്ചു വന്നു. ഹസ്ബൻഡ് നേരത്തെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ സ്കേറ്റിങ്ങിൻ്റെ കോച്ചിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈഷു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വൈഷുവിന് വേണ്ടി ഓർഡർ ചെയ്തൊരു ഫുഡ് സെറ്റിൻ്റെ ടോയ് ഇന്നാണ് കേട്ടോ വന്നത്. ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ വൈഷു അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പോയി സാൻഡ്വിച്ചൊക്കെ കഴിച്ച് പിന്നെ നേരെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെജ് ഐറ്റംസും ഒക്കെയാണ്. വൈഷുവിന് പാലൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് കുടിച്ചുകൊണ്ട് തന്നെ പിന്നെ വേറൊന്നും അധികം കഴിച്ചില്ല. ഒരു വേഫേഴ്സും കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. വൈഷു പുതിയ ടോയ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്റ്റോക്ക് 2 ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിച്ച് എവിടെയെങ്കിലും ഇടും. ഇനി പൊട്ടിച്ചില്ലെങ്കിലും അത് തിരിഞ്ഞു നോക്കൂല. പിന്നെ ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ വാടി തുടങ്ങി. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടു. നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ കറിവേപ്പില മുറ്റത്തു നിന്നൊക്കെ പറിച്ചെടുക്കാമല്ലോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ടൊക്കെ ആട്ടോ ചില സമയത്ത് കറിവേപ്പില വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് കറിവേപ്പില. വൈഷു ചില സമയത്ത് ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്ത് കളിക്കുമ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. തറയിലേക്ക് ഇട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ആയാലും കറിവേപ്പില കിട്ടും. പക്ഷേ എന്നാലും സ്വന്തം മുറ്റത്തെ വേപ്പിൽ നിന്ന് പറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന അത്രയും നമുക്ക് ഒരു ഇത് കിട്ടില്ലല്ലോ. അങ്ങനെ സവാള വാടി വന്നപ്പോഴത്തേക്കും അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോയും ഇട്ടിട്ടുണ്ട്.
അതും ഒക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള മസാലകളും ഒക്കെ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നല്ലോണം വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ചിക്കൻ വേവിച്ച വെള്ളം ആദ്യം ഒഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനും ഇട്ടു. ചിക്കൻ്റെ വെള്ളം ആദ്യം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എസൻസ് ഒക്കെ വരുമല്ലോ. പിന്നെ അത് നല്ലോണം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നു. പിന്നെ തോരനായിട്ട് ഉണ്ടാക്കുന്നത് അമരപ്പയറാണ് കേട്ടോ. സാധാരണ അമരപ്പയർ അങ്ങനെ വാങ്ങിക്കാറില്ല, അതിന് ചെറിയൊരു കയ്പുള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പം ഇന്ന് ആൻറ്റി പറഞ്ഞു ഞാൻ കയ്പില്ലാതെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമരപ്പയർ ആദ്യം വേവിച്ച് അതിൻ്റെ വെള്ളം അങ്ങ് മാറ്റിയിട്ടാണ് ഇത് താളിക്കാനൊക്കെ വെക്കുന്നത്. അങ്ങനെയാണ് ആ കയ്പില്ലാതെ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് പിന്നെ തേങ്ങ അരച്ചിട്ടു. ഇന്നിവിടെ തേങ്ങ അരച്ച് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ തേങ്ങ അരച്ചല്ല ഇവിടെ വെക്കാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ ടൈമിൽ ഞാൻ ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റ് വന്നായിരുന്നു കേട്ടോ. അന്നേരം ഹസ്ബൻഡ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിളി കേട്ടതാണ് കേട്ടോ. നേരത്തെ കേട്ടത്. ഞാൻ ഓർഡർ ചെയ്ത് വേറെ ഒന്നും അല്ല കേട്ടോ. ഈ ഡേംഡോക്കിൻ്റെ ഫുഡ് പീലിംഗ് മാസ്കാണ്. എൻ്റെ കാലിൽ ഡ്രൈ സ്കിൻ വന്നിരുന്നതുകൊണ്ട് ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രൊമോഷനല്ല കേട്ടോ, കുറേ പേര് ഇത് യൂസ് ചെയ്ത് കണ്ടതുകൊണ്ട് എന്നാൽ ഒന്ന് ചുമ്മാ വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ്. അന്നേരം ഞാൻ പൊട്ടിച്ചൊക്കെ നോക്കിയെങ്കിലും അന്നേരം ഞാൻ അപ്ലൈ ചെയ്യാനൊന്നും പോയില്ല. പിന്നെയും തിരിച്ച് ലഞ്ച് പ്രിപ്പറേഷനിലേക്കൊക്കെ പോയി വൈകുന്നേരം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമോ രാത്രിയോ. ചിക്കൻ കറിയൊക്കെ ഇതിനോടങ്ങ് റെഡിയായി. ഇനി തോരൻ്റെ പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചുമന്ന മുളകൊക്കെ ഇട്ട് പിന്നെ കുറച്ച് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇത് നല്ലോണം ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പീര ഒതുക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പീര ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേങ്ങയും അതുപോലെ തന്നെ ജീരകവും ഒക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നതിനാണ് പീര ഒതുക്കുന്നതെന്ന് ഇവിടെ പറയുന്നത്. അതും ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേവിച്ച് വെച്ച അമരപ്പയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മാങ്ങാച്ചമ്മന്തികളുടെ ഐറ്റംസാണ് കേട്ടോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ തേങ്ങ തിരുമ്മി എടുക്കുന്ന പരിപാടിയില്ല. പകരം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യാറ്. അതിനകത്തേക്ക് മുളകും മാങ്ങയും സവാളയെല്ലാം ഇട്ട് കൊടുത്തു. ഉള്ളിയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്, പക്ഷെ അതൊക്കെ പൊളിച്ചെടുക്കാനുള്ളൊരു മടി കാരണം സവാള എടുത്തു. വൈശു രാവിലെ പാല് മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വൈശുവിന് വിശന്നു തുടങ്ങി. വൈശുവിനുള്ള ചിക്കൻ ഞാൻ സെപ്പറേറ്റ് കുക്കറിൽ വെച്ചിട്ട് 2-3 അടിയും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ സോഫ്റ്റ് ആകുമ്പോഴാണല്ലോ അവർക്ക് കഴിക്കാൻ നല്ലത്. ഇവിടെ മാങ്ങാ ചമ്മന്തി റെഡിയായി. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വൈശുവിന് ഫുഡ് കൊടുക്കാനായിട്ട് പോയി. വൈശുവിനുള്ള ചോറും കുക്കറിൽ സെപ്പറേറ്റ് ഇട്ടിട്ട് 2-3 തവണ അടിച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. വൈശുവിന് നല്ലോണം വെന്ത ചോറാണെങ്കിലാണ് കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മോരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് മിക്ക ദിവസങ്ങളിലും ഇവിടെ മോര് കാച്ചിയത് ഉണ്ടാക്കണത്. പക്ഷെ മോര് മാത്രമാണെങ്കിലും കഴിക്കില്ല. ചിക്കനോ മീനോ എന്തെങ്കിലും ഒന്ന് സൈഡിൽ വേണം. പിന്നെ കുറച്ച് പപ്പടവും പിന്നെ ഇതുമൊക്കെ വറുത്തു കേട്ടോ. ഈ വറുത്തുകൊണ്ടിരിക്കുന്നത് പപ്പടത്തിൻ്റെ അതേ യൂസേജ് ഉള്ളൊരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഹസ്ബൻഡും കഴിക്കാനായിട്ട് വന്നു. ഞാൻ കുറച്ച് ഭംഗിയുള്ള രീതിയിൽ ലഞ്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഹസ്ബൻഡും ഇഷ്ടപ്പെട്ടു, ടേസ്റ്റും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ചമ്മന്തി കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു. ഈ സമയത്തൊക്കെ വൈഷു ഫോൺ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാലും കുടിച്ചിട്ട് വൈഷുവിനൊരു ഉറക്കം പതിവുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും വൈഷുവിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. പക്ഷെ ഫോൺ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് വൈഷുവിന് അത് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഫ്ലാറ്റിൻ്റെ പുറത്ത് കുറച്ച് കാഴ്ചയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ. ഇത് രണ്ടും കേട്ടോ എനിക്ക് കിട്ടിയ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ്. പിന്നെ വൈഷു പാലൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് വൈഷുവിന് ഉറക്കം വരാൻ തുടങ്ങി. അപ്പം ഞാൻ വൈഷുവിനെ കിടത്തി ഉറക്കി. ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് എഴുതിയിട്ട് പോയി. കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് ചായ വെച്ചു. പക്ഷെ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്. പിന്നെ ഇന്നലത്തെ വട്ടയപ്പം ഇരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കാനായിട്ട് എടുത്തു വെച്ചു.
അപ്പോൾ എൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ്റെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. കൊളാബറേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പിന്നെ എങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ജെനുവിനായിട്ടുള്ള ഒരു റിവ്യൂ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും വട്ടയപ്പമൊക്കെ കഴിച്ചു. അതിനുശേഷം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ. രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു വാലന്റൈൻസ് ഡേ. ഇത് മാത്രമല്ല കൈരളിയിൽ നിന്ന് ഫുഡും അതുപോലെ തന്നെ പൊന്മാ മൂവിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചത്. അങ്ങനെ ഒരു 4:45 ആയപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി. പ്രത്യേകിച്ച് എവിടേക്കും പോകുന്നില്ല. അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തിയേറ്ററിൽ ഇന്ന് സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമയും കുറച്ചൊന്ന് കാണാം. അതിനുശേഷം വൈഷു എഴുന്നേൽക്കുന്നതിനുള്ളിൽ തിരിച്ചു വരാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പൊങ്കലായതുകൊണ്ട് ക്ലബ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് കേട്ടോ കണ്ടത്. അപ്പോൾ തിയേറ്ററിൽ ഇന്ന് മൂവി ഗില്ലിയാണ്. അതിനുശേഷം സമയമാകത്തോണ്ട് കുറച്ചു നേരം ബൗളിങ്ങിന് പോയി. ഒരു 10-20 മിനിറ്റ് ക്ലബ് ഹൗസിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതിയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തത്തെ കാഴ്ചയൊക്കെ കുറച്ചു നേരം കണ്ട് അവിടെ കുറച്ചു നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 5:30 ആവാറായപ്പോൾ ഞങ്ങൾ തിരിച്ച് തിയേറ്ററിലേക്ക് പോയി. അപ്പോഴത്തേക്കും അവരവിടെ എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കറക്റ്റ് 5:30 ആയപ്പോഴത്തേക്കും അവർ പടം ഇട്ടു. പണ്ട് ഡിസ്ക് എടുത്ത് സിനിമ കാണുന്നൊരു സമയം ഓർമ്മയുണ്ടോ? ആ സമയത്താണ് ഗില്ലി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്ക് വൈഷു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അടുത്ത പാക്കറ്റ് വന്നിട്ടുണ്ട്. ഈയിടെയായിട്ട് ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം. വേറൊന്നുമല്ല കേട്ടോ, ഇതൊരു ബോഡി വൈസിൻ്റെ ഡിയോഡ്രൻ്റാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീർന്നതുകൊണ്ട് മാത്രം ഓർഡർ ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് നോക്കാൻ ഏറ്റവും കൂടുതൽ ആവേശം വൈഷുവിനാണ് കേട്ടോ. അങ്ങനെ വൈഷുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ബ്ലിപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാനായിട്ട് പോയി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് തിരിച്ചു വന്നിരുന്ന് കഴിഞ്ഞിട്ട് നേരത്തെ വന്ന കൊളാബിൻ്റെ പ്രോഡക്റ്റ് ഞാൻ തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു. വൈഷുവിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു തുറന്നു നോക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത കുറച്ച് ദിവസം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കേക്കാന്ന് വിചാരിച്ചാണോ വൈഷു നോക്കണേ? This is for mommy. This is for mommy. Made safe. Made safe with the ingredients. Scan the QR code. Don't need to click. Redeemly activate commitment 0. ഇതെന്തൊക്കെയാണോ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നോ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് എടുത്തിട്ട് വൈഷു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വൈഷുവിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്കത് പിടിക്കാൻ തരുന്നുണ്ടായിരുന്നില്ല. അത് വൈഷുവിന് വേണമെന്നായിരുന്നു. Ray Shield sunscreen. Okay, thank you. One second. Okay, one second. അങ്ങനെ ഒരു 7:45 ആയപ്പോഴത്തേക്കും വൈഷുവിന് കുറച്ച് പാസ്തയും കൊടുത്തു കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. വൈഷു അന്നത്തെ ദിവസം പുറത്തു പോയി അധികം കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ വൈഷുവിനെ ഒന്ന് പുറത്തുകൊണ്ടേ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോഴത്തെ വൈഷുവിൻ്റെ ഒരു റൊട്ടീൻ എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് നേരം പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കും. അതിനുശേഷം നേരെ ക്ലബ് ഹൗസിൻ്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ചോക്ലേറ്റ് വാങ്ങിക്കും. എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കുന്നത് അത്ര നല്ല ശീലമല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊരു റുട്ടീനായിട്ട് വൈഷു എടുത്തിരിക്കുന്നത് കാരണം ഏറ്റവും ചെറിയ വില കുറഞ്ഞ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വില കുറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഏറ്റവും വലിപ്പം കുറഞ്ഞ ചോക്ലേറ്റ് വാങ്ങിച്ചാൽ അത്രയും ഷുഗർ കുറച്ചല്ലേ വൈഷുവിൻ്റെ ഉള്ളിൽ ചെല്ലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. പതുക്കെ ഈ സ്വഭാവം കട്ട് ചെയ്യണമെന്നും എനിക്കുണ്ട്.
കണ്ടോ, അങ്ങനെ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോകുന്നതാട്ടെ കാണുന്നത്. നേരെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ലോലിപോപ്പ് എടുക്കും. അതിനുശേഷം പേയ്മെൻറ്റും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇങ്ങനെ പാട്ടും പാടി നേരെ പോകുന്നത് തിരിച്ച് പ്ലേ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഇറങ്ങുന്ന അത്ര വേഗത്തിൽ തിരിച്ച് കയറാറില്ല. തിരിച്ച് കയറാൻ എപ്പോഴും മടിയാണ്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കളി ഇച്ചിരി കൂടുതലാവുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും വൈശുവിനെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വൈശുവിനെ പ്രലോഭിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള റോഡിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇത് നീലാദ്രി റോഡിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വൈശുവിനെ തന്നെ നടക്കാൻ ഞാൻ അധികം സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ നേരെ ഒരു ജ്യൂസ് കടയിൽ പോയി അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചു. ഒരു ആപ്പിൾ ഷേക്കും പറഞ്ഞു. പിന്നെ എനിക്കൊരു മിൻറ്റ് ലൈമും പറഞ്ഞു. അങ്ങനെ ജ്യൂസും പിന്നെ അതുപോലെ തന്നെ മോമോസും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ നടക്കാൻ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്നാലല്ലേ തിരിച്ച് പ്ലേ ഗ്രൗണ്ടിലേക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. അവിടെ പിന്നെയും കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വൈശുവിനെ വിളിച്ച് നേരെ അകത്തേക്ക് പോന്നു. അപ്പോൾ അടുത്ത പാക്കറ്റ് വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ അങ്ങനെ അധികം പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റ്സും ഒന്നിച്ച് വന്നതാണ് ഇന്ന് സംഭവിച്ചത്. 9:20 ആയപ്പോഴത്തേക്കും വൈശുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു. ഉച്ചക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറി തന്നെയായിരുന്നു രാത്രി എടുത്തിരുന്നത്. അതിനുശേഷം നേരത്തെ എടുത്തിരുന്ന ആ മാസ്ക് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്തു. അത് കാലിൽ വെച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു സ്റ്റിക്കർ പോലത്തെ ഒരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് ഒട്ടിക്കണമായിരുന്നു. പക്ഷേ എൻ്റെ സ്റ്റിക്കർ അത്ര കാര്യമായിട്ട് ഒട്ടിയില്ല. പിന്നെ ഞാനത് ഇങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു മൂവിയൊക്കെ കണ്ട് കിടന്നുറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ വീഡിയോയുടെ ലിങ്ക് ഇതേ റൈറ്റ് സൈഡിലുണ്ട്. കൊളാബിൻ്റെ ഡീറ്റെയിൽസും പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും വേറൊരു വീഡിയോയിലായിരിക്കും കേട്ടോ ഇടുന്നത്. കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.